ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഒരുപാട് നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയ ട്രിപ്പാണ്, 1 ഡേ ട്രിപ്പാണ്. പക്ഷെ നമ്മൾ ഫാമിലി കൂടെയാണ് പോണേ കേട്ടോ. അങ്ങനെ നമ്മളിന്ന് വെളുപ്പിന് തന്നെ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എവിടേക്കാണ് പോകണമെന്നുള്ളത് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. എല്ലാം റെഡിയായി വന്നപ്പോഴേക്ക് ഏകദേശം 6 മണിയൊക്കെ ആവാറായി. പക്ഷെ നേരം ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നേരം വെളുത്ത് വന്നു. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ എല്ലാവരും രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചായ മാത്രം, നമ്മൾ ഫുഡ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ മാത്രം കുടിച്ച് നമ്മുടെ ജേണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, പ്ലാൻ ചെയ്യുന്നതാണ് ഇങ്ങനൊരു ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത്. അപ്പോൾ ഇപ്പോഴാണ് നടന്നത് കേട്ടോ. അപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും കുഞ്ഞനും അമൃതയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം പോയി ഒരു മൂന്നാറാണ് കേട്ടോ നമ്മൾ പോകുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂന്നാർക്കാണ് പോകുന്നത്. ഇപ്പോൾ മൂന്നാർ പോകുന്ന വഴിയൊക്കെ ആണെങ്കിലും നിറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നേര്യമംഗലം പാലം, ഈ പാലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതല്ലേ. അങ്ങനെ നേര്യമംഗലം പാലം ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ അവിടെ വണ്ടി ഒന്ന് നിർത്തിയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടേക്ക് നിറച്ച് കച്ചവടക്കാരും കാര്യങ്ങളും അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് വന്നു. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോഴത്തേന് നമ്മൾ മൂന്നാർ എത്തിയായിരുന്നു. ഫസ്റ്റ് നമ്മൾ പോയത് ഗാർഡനിലോട്ടാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം വണ്ടികൾ പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലമില്ല കേട്ടോ. പിന്നെ കുഞ്ഞനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ഞങ്ങളുടെ ഒപ്പം വരണേ കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് അങ്ങനെ എന്താ പറയുക, അവൻ ഇതിലേക്ക് ഓടി നടക്കുകയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ അവിടെ ഗാർഡനിൽ ജസ്റ്റ് കയറിയിട്ട് നമ്മൾ പിന്നെ പോയത് ഒരു ആനയൊക്കെയുള്ള എലിഫൻറ്റ് പാർക്കിലാണ്. അവിടെ ഇപ്പോഴും അവൻ ആനയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് എക്കോ പോയിൻറ്റിലേക്കാണ്. എക്കോ പോയിൻറ്റിൽ നമ്മളൊരു ഫോട്ടോഷൂട്ട്, ഞാനും ചേട്ടായി എപ്പോഴും വരുമ്പോഴും ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടിയിട്ട് എക്കോ പോയിൻറ്റിൽ ഒരു സ്പോട്ടിൽ ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ മൂന്നാറെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു, ചേട്ടായിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടായി പറയും മൂന്നാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മൂന്നാർ ഒരുപാട് വട്ടം എന്നെ കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. പിന്നെ എന്താ പറയുക, എന്താ മൂന്നാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊന്നുമില്ല. പക്ഷേ എന്താ അടിപൊളിയാണ്. പിന്നെ എന്താണ്, അതേപോലെ തന്നെ ഇടുക്കി ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ എല്ലാ സ്പോട്ടിലും കയറിയതിന് ശേഷം ഉച്ചയൊക്കെ കഴിഞ്ഞ് ഏകദേശം 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. ഫുഡും നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞ് വണ്ടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ച് നമ്മൾ പിന്നെയും ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ കുരങ്ങന്മാരെയൊക്കെ കണ്ടപ്പോൾ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. കൊങ്ങന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഏകദേശം വൈകുന്നേരം ആവാറായി. ലാസ്റ്റായിട്ട് നമ്മൾ പോയത് കുണ്ടള ഡാമിലോട്ടാണ്. കുണ്ടള ഡാമിൽ ആണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. നല്ലവണ്ണം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സീസൺ അല്ലെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ. ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടാണ്. അവിടെ ഏകദേശം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഈവനിങ് ഒരു 4 മണി 5 മണിക്ക് ശേഷമാണ് ചെറുതായിട്ടൊരു തണുപ്പുള്ളൂ. അതിന് ശേഷമൊന്നും അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ കുണ്ടള ഡാമിലും വെള്ളമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ കുണ്ടള ഡാമിൽ കൂടെ നമ്മൾ കുറേ നേരം കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അവിടെ തന്നെയായിരുന്നു. എക്കോ പോയിൻറ്റിലും കുണ്ടള ഡാമിലും ആയിരുന്നു കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട്. ബാക്കിയുള്ളയിടത്തും ജസ്റ്റ് കയറി പോകുന്നേ ഉള്ളൂ.
അങ്ങനെ നമുക്ക് കുഞ്ഞിനെ കുതിരപ്പുറത്ത് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനും കൂടെ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഹോഴ്സ് റൈഡിങ് ഒക്കെ നടത്തിയായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ സന്തോഷമായിട്ടോ, അവനോട് ഒട്ടും പേടിച്ചൊന്നുമില്ല. എനിക്കാണ് പിന്നെയും കുറച്ചും കൂടി പേടി വന്നതാണ്. കുഞ്ഞിനെ പിടിച്ചിരിക്കുക, കുതിര ഇളകുമ്പോൾ കുഞ്ഞിനെ പിടിച്ചിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് ഒരു പേടിയില്ലാണ്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ ഇരുന്നു കേട്ടോ. അവന് കുതിരേനെയൊക്കെ മൃഗങ്ങളെ പൊതുവെ ഇഷ്ടമാണ്. അങ്ങനെ ഹോഴ്സ് റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുണ്ടള ഡാമിൽ അവിടെ ഊഞ്ഞാലയിലും ഒക്കെ കയറി കുറേ നേരം ആടിയിട്ട് അവനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടും ആടിയായിരുന്നു. പിന്നെ ഞാനും കൂടി കയറി അങ്ങനെ ആടി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടെ ഒരു ഏകദേശം കുറേ സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ വെച്ചും ഞങ്ങൾ ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ ജേണി അവസാനിപ്പിക്കാറായിട്ടോ. ഏകദേശം സന്ധ്യാസമയമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരാനുള്ള ഇതിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ തിരിച്ച് പോരാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അവിടെ നിന്നല്ല ചായ കുടിച്ചത്, പോരുന്ന വഴിയൊക്കെയായിരുന്നു ചായ കുടിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവനൊരു ഹൾക്കിനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജേണി ഏകദേശം അത്യാവശ്യം തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരും വണ്ടിയിലൊക്കെ കയറി തിരിച്ചു പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്കാണെങ്കിൽ ഞങ്ങൾ പിന്നെ എയർപോർട്ടിൻ്റെ വ്യൂ പോയിൻ്റ്, കല്ലംകുട്ടം വ്യൂ പോയിൻറ്റിൽ കയറിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ യാത്ര ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.